വീണ്ടും ഞാൻ കള്ളിയാകും. ഇനി ഇത് ഇറങ്ങി കഴിയുമ്പോൾ രേണുസുതി കള്ളിയാവും. രേണുസുതിയുടെ കള്ളങ്ങൾ ഞാൻ ഒരിക്കലും അങ്ങനൊന്നും പറയത്തില്ല എൻ്റെ പ്രിയപ്പെട്ട രേഷ്മ പി തങ്കച്ച. രേഷ്മ പി തങ്കച്ചൻ്റെ കള്ളങ്ങളെല്ലാം കൂടെ പൊളിഞ്ഞു വീണെന്നേ ഈ പാവപ്പെട്ടവൻ പറയത്തുള്ളൂ. കോട്ടയംകാരൻ തങ്കച്ചൻ ചേട്ടൻ്റെ മകൾ, കള്ളങ്ങൾ പറയാനായി മാത്രം വാതുറക്കുന്ന മകൾ, അങ്ങനെയൊക്കെ ഞാൻ പറയത്തുള്ളേ. ഈ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ നിന്ന് പറയുന്നത് കേട്ടു, എൻ്റെ വീടിനകം പ്രത്യേകിച്ച് ഹാളും ഋതപ്പം കിടക്കുന്ന റൂമും ഒക്കെ ചോർച്ചയാണെന്ന്. ഇല്ലാന്നൊന്നും ഇനി വന്നിരുന്ന് വിളമ്പാൻ നിൽക്കല്ലേ, തെളിവുകളുണ്ട്, ഞാനത് കാണിക്കും. ഇന്ന് ഒരു ഓൺലൈൻ മീഡിയയുടെ ഇന്റർവ്യൂവിൽ കയറിയിരുന്ന് വേറെ കുറേ കാര്യങ്ങൾ പറയാൻ പോവുക നമ്മുടെ പ്രിയപ്പെട്ട രേഷ്മ പി തങ്കച്ചൻ. കേൾക്കണ്ടേ നിങ്ങൾക്ക്? അതും ഇന്റർവ്യൂവർ നമ്മുടെ റോഹനാണ്. വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ആ ഇന്റർവ്യൂ അതേപോലെ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരില്ലേ, ഫോണിലേ കാണിക്കുകയുള്ളൂ. ആരും ഇത് കേട്ട ഉടനെ വീഡിയോ ഇട്ടേച്ചിറങ്ങി പോകരുത്. നിങ്ങൾക്ക് കേൾക്കാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഒരു ക്ലിപ്പ് എക്സ്ട്രാ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ തന്നെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അത് നിങ്ങൾ കണ്ടിരിക്കേണ്ട സാധനമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പ്ലേസ് ചെയ്തിരുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് ഈ സാഹചര്യത്തിൽ ഈ ഇന്റർവ്യൂ കാണുമ്പോഴാണ് നിങ്ങളത് ഒന്നുകൂടെയും കാണേണ്ടത്. നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ്റെ മനസ്സ് അതെന്താണെന്ന് നിങ്ങൾ അറിയണം. അതിനു മുമ്പ് റോഹൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റോഹൻ്റെ ഒരു ഇന്റർവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. തുടക്കത്തിൽ ലാൽ ജോസിന്റെ സിനിമയിൽ രേണുവിനെ അഭിനയിക്കാൻ വിളിച്ചാൽ രേണുവിനോട് ചോദിക്കുന്നുണ്ട് ഏത് ഡയറക്ടറിനെയാണ് ഇഷ്ടം, ഏത് ഡയറക്ടർ വിളിച്ചാലാണ് കൂടുതൽ ഇഷ്ടം പോകുന്നത് അഭിനയിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലാൽ ജോസ് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ റോഹൻ ഒരു ചോദ്യം ഉണ്ടാക്കി ഇങ്ങനെ കണക്ട് ചെയ്ത് നേരെ നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ കോൺട്രവേഴ്സി ആയിട്ടുള്ള വീടിന്റെ ചോർച്ചയിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ലാൽ ജോസ് സാർ വിളിച്ചു രേണുസുദിനെ വിളിച്ചിട്ട് ഇങ്ങനൊരു സിനിമയിൽ ഓഫർ ഉണ്ട്, ഒരു മൂവിയിലെ വേഷമുണ്ട്, ചെയ്യണം എന്ന് പറയുമ്പോൾ തിരിച്ച് രേണുസുതി എന്ത് ചെയ്യും? ഡിമാൻഡ് ചെയ്യും, എനിക്ക് ഇത്ര സ്ക്രീൻ സ്പേസ് ഉള്ള വേഷം വേണം, എനിക്ക് ക്യാരവാൻ വേണം, ഇന്ന ക്യാരക്ടർ വേണം. ശരിക്കും അങ്ങനെ ഒരു ഓഫർ തരുന്ന സമയത്ത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസിൽ കാണുന്ന ഒരു വാല്യൂ കാണുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അതിന് വലിയ ഡിമാൻഡ് ഒന്നും കാണിക്കാത്ത ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രേണുസുദിനെയും ഒരുപക്ഷെ മക്കളെയും ഓർത്ത് ഒരുപക്ഷെ ആ സാഹചര്യത്തെയും അവസ്ഥയും കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം KHDC എന്നൊരു കൂട്ടായ്മ ശരിക്കും ഒരു വീട് വെച്ചിട്ടുണ്ടാവും. സോ അങ്ങനെ തന്നൊരു ഓഫറിനെ, അങ്ങനെ കിട്ടിയ ഓഫറിനെ ഡിമാൻഡ് കാണിക്കാത്ത രേണുസുതി എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്ര അധികം പരാതികളായിട്ട് വരാൻ? ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല, പരാതി പറഞ്ഞു. എനിക്കല്ലല്ലോ വീട് തന്നത്, എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ്. നമ്മൾ അവിടെ താമസിക്കുന്നത് തന്നെ മൂത്ത മോൻ അവിടെ നിൽക്കുന്നില്ല, അവൻ പഠിക്കാൻ പോയേക്കുവാണ്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നതിന് ആ 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം, അതിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. സോ നമ്മൾ എന്ത് ഡിമാൻഡ് കാണിച്ചതാ പറഞ്ഞ മനസ്സിലായില്ല, എന്താണ് പറഞ്ഞത്? വീടിന്റെ കാര്യത്തിൽ പരാതി പറഞ്ഞതല്ല, തീർച്ചയായിട്ടും അത് റോഹൻ ഒരു ദിവസം വന്ന് നോക്കൂ. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. നമ്മള് ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണെന്ന് അറിയാം, മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് വെച്ചപ്പോ എന്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല. വീട് ചോരുന്നുണ്ട് സുധി. അപ്പൊ ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, മഴ, ഇതാണ് പറഞ്ഞത്. അല്ല ശരിക്കും അത് റിവീൽ ചെയ്തിട്ടുള്ള വീഡിയോ വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ? അല്ല, പുറത്തല്ലേ? പുറത്താണ്. ശരിക്കും ആ ചാനലുകാരൻ അപ്പൊ എങ്ങനെ ചോദിക്കാം? ഏത് ചാനലാന്ന് എനിക്ക് അറിയില്ല, കൊറേ ചാനലുകാർ നിക്കുവല്ലേ. ശരിക്കും ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി വീട് ചോരുന്നുണ്ട്? ഞാൻ അന്നേരം അതൊന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കോ. അപ്പൊ ഞാൻ വെള്ളം വീഴാറുണ്ട്, പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ വെള്ളം വീഴും. സത്യമാണ് ഇത് അതിന് കുറെ പ്രോബ്ലം ഒക്കെ പിന്നീട് നമ്മൾ എന്നെക്കാളും കൂടുതൽ എന്റെ വീട്ടിൽ പപ്പാക്കൊക്കെ അറിയാം, അവിടെ അധികം നിക്കത്തില്ല. ഈ ചില്ലിട്ടോടത്തേ ഫുള്ള് നമ്മളകത്തേക്ക് ഇങ്ങോട്ട് വെള്ളം വീഴുക. എറിച്ചിലെന്ന് പറയുന്നില്ലേ, എറിച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച. ആ സാധനമാണ് തൂവാനം അടിച്ച് കയറുക എന്നും പറയും. മഴയൊക്കെ നല്ല മഴയൊക്കെ വരുമ്പോഴത്തേക്ക് വീടിനകത്തേക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കാറുണ്ട്. ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ തൂവാനം അടിച്ച് വീട്ടിലോട്ട് വെള്ളമൊക്കെ കയറത്തില്ലേ, അതിന് തൂവാനം അടിച്ച് കയറുക എന്ന് പറയും. ചോർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ്. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതൊന്നും അറിയാതെയാണോ രേണു നിങ്ങൾ ഒരാളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ഓൺലൈൻ ചാനൽ ഒരു ബൈറ്റ് എടുക്കാൻ വരുമ്പോൾ അവരോട് സംസാരിക്കുന്നത് ഈ ഒരു തേങ്ങയും മാങ്ങയും വാഴയും ഒന്നും കണ്ടാൽ അറിയാത്ത നിങ്ങളാണോ? അതെല്ലാം പോട്ടെ. അതിനുള്ള ഞാൻ പറയുന്നുണ്ട്. തൂവാനം അടിച്ചു അല്ലെങ്കിൽ മറ്റേ ഗ്ലാസ്സിനകത്തോട് അടിച്ചു കയറ്റുന്നു, അതിനെയാണ് ഞാൻ ചോർച്ചയായിട്ട് പറഞ്ഞത് എന്ന് രേണു പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ. പക്ഷെ ഇതൊന്നും അല്ല രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ഞാൻ കാണിക്കാം. അതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. രേണു ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഞാൻ ആ പോർഷൻ നിങ്ങളെ കാണിക്കാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അതായത് ഒരുപാട് ആളുകൾക്കുള്ള പരാതി രേണുവിന്റെ കുടുംബം ആ വീട്ടിൽ നിൽക്കുന്നത്, പ്രത്യേകിച്ച് റിയാക്ഷൻ ചാനൽസിനൊക്കെ എല്ലാവരും എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് രേണുവിന്റെ കുടുംബം അവിടെ നിൽക്കുന്നതിനെ പറ്റിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും കുടുംബത്തിനെ കുറ്റം പറയുന്നൊന്നുമില്ല. രേണുവിന്റെ മകന് കിട്ടിയ ഒരു വീട്, അല്ലെങ്കിൽ രേണുവിന്റെ 2 മക്കൾ, അങ്ങനെ തന്നെ വെക്കാം. സോറി, രേണു എന്ന് പറഞ്ഞു, ക്ഷമിക്കുക എല്ലാവരും എന്നോട്.
അറിയാതെ വായിന്ന് വന്നു പോവും. രേഷ്മ പി തങ്കച്ചൻ, ആ രണ്ട് രേഷ്മ പി തങ്കച്ചൻ്റെയും മറ്റേ നമ്മുടെ ആ ചേട്ടൻ്റെയും 2 മക്കൾക്ക് കിട്ടിയ വീട്, ആ വീട്ടിൽ രേഷ്മ പി തങ്കച്ചൻ നിൽക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അവർ ആ വീട്ടിലാണ് നിൽക്കേണ്ടത്. അവരാ വീട്ടിലല്ല നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇവരുടെ കയ്യിരിപ്പോണ്ട് നാട്ടുകാരൊക്കെ അത് പറയും. പോട്ടെ, രേഷ്മ പി തങ്കച്ചനും രേഷ്മ പി തങ്കച്ചൻ്റെ അച്ഛനായിട്ടുള്ള തങ്കച്ചനും ഭാര്യയ്ക്കും ഒക്കെ അവിടെ നിൽക്കാം. പക്ഷെ ഈ കുടുംബക്കാരെല്ലാം അവിടെ വന്ന് കിടക്കുന്നതിൻ്റെ ഉദ്ദേശം അതേ ഇവിടെ ആളുകൾ ചോദിക്കുന്നുള്ളൂ. ഞാനതേ ചോദിക്കുന്നുള്ളൂ. രേഷ്മ പി തങ്കച്ചനൊക്കെ ആ വീട്ടിൽ വേണം. ആ കൊച്ചിനെ പിന്നെ ആര് നോക്കും? ആ കൊച്ചിനെ നോക്കണം. ആ കൊച്ചിൻ്റെ വീട്ടിൽ പേരിലല്ലേ. ആ കൊച്ചിൻ്റെ അമ്മയായിട്ടുള്ള രേഷ്മയും അവിടെ നിൽക്കാം, രേഷ്മയുടെ അച്ഛനും അമ്മയും നിൽക്കാം, കുഴപ്പമില്ല. പക്ഷെ രേഷ്മയുടെ ഈ അനിയത്തിയോ ചേച്ചിയോ അവളുടെ ഭർത്താവും ഇവരൊക്കെ വന്ന് കിടക്കുന്നതിൻ്റെ കാര്യം എന്താ? ചോദ്യം വരും. അത് ഉറപ്പായിട്ടും ചോദ്യം വരും. അത്രയും ഞാൻ ചോദിച്ചിട്ടുള്ള, വേറെ കൂടുതലായിട്ടൊന്നും അവരവിടെ നിൽക്കേണ്ടതൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ ഞാൻ വേറൊരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ വെച്ചിരുന്ന ഒരു ബൈറ്റാണ്, നമ്മുടെ രേഷ്മ പറയുന്ന ഒരു ബൈറ്റ്. അത് നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ടേ നമുക്ക് ബാക്കി വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് അത് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന. നമുക്ക് എല്ലാരും പറയുന്നില്ല, എന്താ പറയാ, ദാനം തന്ന വീടല്ലേ, നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. ശരിയാ, ദാനം തന്നു. അത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമിലൊക്കെ ലീക്ക് ഉണ്ടോ? ബെഡ്റൂമില് ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. പിന്നെ ഹോളിലും ഉണ്ട്. ഹോളിൽ നന്നായിട്ടുണ്ട്, ലിവിങ്ങില്. ആദ്യത്തെ ചോദ്യം, അവിടെ നിന്ന് ചോദിക്കുന്ന ഓൺലൈൻ മീഡിയക്കാരൻ എങ്ങനെ അറിഞ്ഞു രേഷ്മ പി തങ്കച്ച നിങ്ങളുടെ വീട്ടിനകത്ത് ഹാളിൽ ചോരുന്നുണ്ടെന്ന്? ബാക്കിയുള്ളത് നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങളാണ് അവിടെ ഇന്ന് പറയുന്നത് മറ്റെന്താണ്, ഋതപ്പൻ്റെ റൂമിലൊക്കെ ചോരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വായിന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങളാവൊന്നും അല്ല പറയുന്നത്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിന് മുമ്പ് കഴിഞ്ഞ ദിവസത്തെ ഈ വീഡിയോയിൽ പോലും എങ്ങനെ ആ ഓൺലൈൻ മീഡിയക്കാരൻ അറിഞ്ഞു നിങ്ങളുടെ ഹാളിൽ ചോരുന്നുണ്ടെന്നുള്ള കാര്യം? രേഷ്മ പി തങ്കച്ച, നെഗറ്റിവിറ്റിക്ക് വേണ്ടിയാണോ ഇതെല്ലാം ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെ ഓൺലൈൻ മീഡിയക്കാരൻ അറിഞ്ഞു? അവനെന്താ സ്ഥിരം രേഷ്മ പി തങ്കച്ചൻ്റെ വീട്ടിൽ വരുന്നവനാണോ? ചായ കുടിക്കാൻ വല്ലോ? അതോ രേഷ്മ പി തങ്കച്ചൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ വല്ലോ ആണോ? അല്ല, അവനല്ലാതെ എങ്ങനെ ഇത് അറിയാനാ? ഉറപ്പായിട്ടും ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരും ആയിക്കോട്ടെ, ഞാൻ എന്നെ എക്സാമ്പിൾ പറയുന്നില്ല, വേറെ ആരെങ്കിലും, നമ്മൾ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കാര്യം വേറൊരുത്തൻ ചോദിക്കുക, നമ്മളത് പുറത്ത് പറയാത്തൊരു കാര്യം അവൻ ചോദിക്കുമ്പം ആരാണെങ്കിലും നമ്മൾ ഉത്തരം കൊടുക്കും. പക്ഷെ എന്നാലും നമ്മൾ ആ സെക്കൻഡിൽ തന്നെ നമ്മളൊന്നും സംശയിക്കത്തില്ലേ, ഇവൻ എങ്ങനെ ഇത് അറിഞ്ഞു എൻ്റെ വീട്ടിലെ കാര്യം എന്ന് നമ്മൾ ചോദിക്കുകയും ചെയ്യും തിരിച്ച്. രേഷ്മ പി തങ്കച്ചൻ്റെ കാര്യത്തിൽ അതൊന്നും ഇല്ല. രേഷ്മ പി തങ്കച്ചൻ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്. ഇത്രയും കാര്യങ്ങൾ തലയിലൂടെ ഓടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ വയ്യെന്നായിരിക്കും ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ക്ഷമിക്കുന്നു. പക്ഷേ അപ്പോഴും ഉള്ള ചോദ്യം, അന്ന് നിങ്ങൾ പറഞ്ഞത് റൂമിനകത്തും ഹാളിനകത്തും ചോരുന്നു, ഇന്ന് നിങ്ങൾ അതിനെപ്പറ്റി പറയുന്നില്ല, തൂവാനം മാത്രമേ ഉള്ളൂ. രേഷ്മ പി തങ്കച്ച, കള്ളങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കള്ളിയായി മാറും ആളുകളുടെ മുമ്പിൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നുകിൽ നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് ബൈറ്റ് കൊടുക്കുന്നതും ഇങ്ങനത്തെ ഇന്റർവ്യൂവിലൊക്കെ കയറിയിരുന്ന കഥ പറയുന്നത് നിർത്ത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ കുറയും, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുക തന്നെ ഉള്ളൂ. കാരണം നിങ്ങൾ പറയുന്ന കള്ളത്തരമാണ്. നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊന്നും കണക്റ്റ് ആവുന്നില്ല. അപ്പം നമ്മൾ സംസാരിക്കും, ആളുകൾക്കത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ നിങ്ങളെ തെറിയും പറയുന്നത്. നമുക്ക് ബാക്കി കേൾക്കാം കുറച്ച്. ഈ ചില്ലിട്ടോടത്തെ ഫുള്ള് നമ്മളകത്തേക്ക് ഇങ്ങോട്ട് വെള്ളം വീഴുക. എറിച്ചിലെന്ന് പറയുന്നില്ലേ, എറിച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച. ആ സാധനമാണ് പറഞ്ഞത് ഞാൻ. പക്ഷെ അച്ഛൻ നമുക്ക് തന്നൊരു വീട് അല്ലെ, അതിപ്പോ ദാനായിട്ട് അവരെ ഒരു തന്നിട്ടുള്ള വലിയൊരു നന്മയാണെങ്കിൽ പോലും വീട് നമ്മുടെ തന്നെയാണ് അല്ലെ. അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നൊന്നുമില്ല. ഇല്ല, നമ്മുടെ പിള്ളേരുടെ ആണ്. അപ്പൊ പിള്ളേരുടെ ആണെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് വേണ്ടി അളവ് ചേരുമ്പോൾ നമ്മുടെ തന്നെയല്ലേ. ശരിക്കും അങ്ങനെ നമുക്ക് കിട്ടിയ വീട് എന്നുണ്ടെങ്കിൽ നമ്മുടേതാണെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസ് ആണെങ്കിലും അതിന് വേണ്ട എന്ത് വേണമെങ്കിലും ചിലവാണെങ്കിലും ചെയ്യേണ്ടത് നമ്മളായിരിക്കും. അല്ലെങ്കിൽ ആ തരുന്നവരോ ആരാണ് ഓഫർ ചെയ്തത് അല്ലെങ്കിൽ ആരാണ് വീട് കൊണ്ടുവന്ന് അവരോട് ആവശ്യപ്പെടുന്നത് ശരിക്കും ആവശ്യപ്പെട്ടതല്ല. ഇതിപ്പം പറയുന്ന എനിക്ക് തോന്നുന്നു ആ സാധനം ഞാൻ കണ്ടില്ല ഫുൾ, പക്ഷെ ഞാൻ അറിഞ്ഞു. ഇതിപ്പം ഒരു വർക്ക് ഏരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല. നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാനാണ് എന്റെ. രേഷ്മ പി തങ്കച്ച, ഇവര് ഒന്നും കാണത്തില്ല. ഇപ്പോഴും കേട്ടില്ലേ,
ഞാനതൊന്നും കണ്ടില്ല, പറഞ്ഞു കേട്ടതാണ്. രേഷ്മ പി തങ്കച്ച ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് നിങ്ങളെപ്പറ്റി ആളുകൾ എന്താണ് പറയുന്നതെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല നിങ്ങൾ അറിയേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെ ഒന്ന് പോയി നോക്കണം. ഭയങ്കര ബിസി ആയിട്ടുള്ള ജീവിതമായിരിക്കും, ഓട്ടമായിരിക്കും, ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക്, അടുത്ത സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക്. ഈ ഓടുന്നത് മറ്റേ കാളവണ്ടിയൊക്കെ കയറിയിരുന്നൊന്നും അല്ലല്ലോ, കാറിലോ ഓട്ടിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കത്തില്ലേ. ഇതിലൊക്കെ കയറിയിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൂടെ? ഇത്രയും കോൺട്രവേഴ്സികൾ വരുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണ്, എന്നിട്ട് നിങ്ങൾ വന്നിട്ട് മറുപടി പറ. ഇത് അവരിങ്ങനെ പറഞ്ഞു, മറ്റവരിങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ നിങ്ങളെ പറ്റിയാണ്, വേറൊരാളെ പറ്റിയല്ല. നിങ്ങളെ പറ്റി ഒരാൾ പറയുന്നത് വേറൊരാൾ പറഞ്ഞ് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ കേൾക്കണം, എന്നിട്ട് സംസാരിക്കണം. ഇതിപ്പം മാത്രമല്ല, വേറൊരു കേസിലും ഇതേ കണക്ക് തന്നെ ഇവർ പറയുന്നുണ്ട്. വേറൊരാൾ പറഞ്ഞറിഞ്ഞു, വേറൊരാൾ പറഞ്ഞ് നിങ്ങൾ അറിയുന്നു, ഓക്കെ, പക്ഷെ അതിനകത്ത് സത്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊന്ന് തിരക്കണ്ടേ? അത് വേണ്ടേ? അറ്റ്ലീസ്റ്റ് നിങ്ങളെ പറ്റിയാണ്, വേറൊരാളെ പറ്റിയിട്ടാണെങ്കിൽ നിങ്ങൾ തിരക്കണ്ട, നിങ്ങൾക്ക് പറയാം നിങ്ങളെ പറ്റിയാണ്. അപ്പം എന്താണ് പറയുന്നത്, എന്താണ് അവിടെ ആൾക്കാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആൾക്കാർ എന്താണ് സംസാരിക്കുന്നത്, അത് നിങ്ങൾ കേൾക്കണം. എന്നിട്ട് വേണം വന്നിരുന്ന് കഥ പറയാൻ നിൽക്കാൻ. മനസ്സിലായില്ലേ രേഷ്മ പി തങ്കച്ച? നമുക്ക് ബാക്കി കാണാം ഇനി. എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് പപ്പ പറഞ്ഞു, അല്ലാതെ അവര് ചെയ്യണമെന്ന് ഇന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങൾ ആരും. പക്ഷെ ആള് അമരക്കാരനായിട്ടുള്ള ആള് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞാല് ഇത് ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ ചെയ്യണമെന്ന് വോയിസ് ക്ലിപ്പ് വരെ എന്റെ കയ്യിലുണ്ട്. അതായത് വർക്ക് ഏരിയ വേണം, അതെല്ലാം ചെയ്തില്ല എന്ന രീതിയിലേക്ക് നവമാധ്യമങ്ങളിലൂടെ അത് പുറത്തുവിടും. ഭയങ്കരമായിട്ട് അതിനെ ബാധിക്കുമെന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. അപ്പൊ ശരിക്കും റിക്വസ്റ്റ് ചെയ്യാതെ ആ സാധനം അങ്ങനെ പറഞ്ഞു ഏത് രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യണം, വർക്ക് ചെയ്യണം ഇല്ല. അല്ല, ഐ മീൻ രേണുസുതിനെ പ്രതികരിച്ചിട്ട് ഇപ്പൊ ഫാദറും അങ്ങനെ എന്തായാലും പറഞ്ഞിട്ടില്ലെന്ന് രേണുസുതിക്ക് അറിയാം. അല്ല, വീട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു? വീട്ടിൽ നിന്ന് പപ്പ പറഞ്ഞു ഞങ്ങൾ പൈസ കിട്ടുമ്പത്തേന് ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. ആള് വിളിച്ചു, അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ വീട് വെച്ചതിന്റെ, അത് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ചൊല്ലി പപ്പ ചോദിക്കുന്നുണ്ടായിരുന്നു. മക്കൾക്ക് നമ്മൾ അവിടെ പഞ്ചായത്തിൽ അറിയണ്ടേ ഇത് ചെയ്ത്, അത് ഇതുവരെയായിട്ട് തന്നിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആളെ വിളിച്ചിട്ട് വിളിച്ച് സംസാരിച്ചു, വിളിച്ചൊക്കെ സംസാരിച്ചു. ഞാനെല്ലാം സത്യം എന്നെ ഫിറോസിക്കായ ഈ വീട് വെക്കുന്നതിന് മുന്നേ ആണ് ഇക്കായിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ നമ്പർ പോലും എന്റെ ഇല്ല, അത് എനിക്ക് അറിയില്ല. ഫാൻ വീണ കാര്യം എനിക്കറിയാം, ഇവിടെ ഇങ്ങനെ പപ്പയുടെ മുറിഞ്ഞായിരുന്നു. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പപ്പ പിന്നീട് പറയും. അതുപോലെ തന്നെ വാഷ് ബേസിൻ വീണപ്പോ ഞാനുണ്ടായിരുന്നു. വാഷ് ബേസിൻ താഴോട്ട് വീണപ്പോ കുഞ്ഞുങ്ങൾ കളിക്കുമായിരുന്നു, പടക്കോന്ന് താഴെ വീണ്. അപ്പൊ ഞാൻ രേഷ്മ പി തങ്കച്ചന് വെച്ചുകൊടുത്ത വീട്ടിൽ ഫാൻ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്നു, വാഷിംഗ് ബേസിൻ പൊളിഞ്ഞ് താഴെ വീഴുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്കറിയില്ല കേട്ടോ, ഇവർ പറയുന്നതിനകത്ത് ഓക്കെ, അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. പക്ഷേ ഇവർ പറഞ്ഞു വരുന്നതിനകത്ത് ഒരു പൊരുൾ നിങ്ങൾ കേട്ടോ, അല്ലെങ്കിൽ ഇവർ പറയുന്നതിനകത്തൊന്ന് ലൈക്ക് അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ മുന്നേ നിന്ന ഒരു മനുഷ്യൻ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഈ സ്ത്രീയുടെ ഇല്ല. ആ വീട് പണിഞ്ഞതിന് ശേഷം അദ്ദേഹവുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല. എന്തൊരു നെറുകേടാണ് ഈ സ്ത്രീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച നിങ്ങളിത് എന്തോ വലിയ കാര്യത്തോടെയാണ് രേഷ്മ പി തങ്കച്ച നിങ്ങളിത് പറയുന്നത്. നിങ്ങൾ ഭയങ്കര ബിസിയായി പോയില്ലേ? ഇനിയിപ്പോൾ എനിക്ക് വീട് വെച്ച് തന്നവരെയൊന്നും പോടാ, ഈ ഒരു മൂടാണോ രേഷ്മ പി തങ്കച്ച? എനിക്ക് അറിയാൻ പാടില്ല. അവരെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. ഒരു തുള്ളി പോലും നിങ്ങൾക്ക് ഉളുപ്പില്ല ഇത് പറയുമ്പോൾ. അയാളുടെ നമ്പർ ഇല്ല എൻ്റെ കയ്യിൽ. ആ വീടിന് പണിക്ക് ശേഷം സ്ത്രീയെ നിങ്ങൾക്ക് തന്നെയാണ് ഇവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വീട് വെച്ച് തരാൻ മുന്നോട്ട് വന്നൊരു മനുഷ്യൻ, അയാളുമായി നിങ്ങളുടെ വീട് പണിക്ക് ശേഷം നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നു, അയാളുടെ നമ്പർ ഇല്ല എന്ന് പറയുന്നു. ഇതൊക്കെ ചെറിയൊരു കാര്യമാണോ? ജീവിതകാലം മൊത്തം നിങ്ങൾ ആ വ്യക്തിക്ക് അടിമയായിട്ട് നിൽക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഇത്തിരി ബഹുമാനം കൊടുക്കാം അദ്ദേഹത്തോട്. മനസ്സിലായില്ലേ? ഒന്നുമില്ലെങ്കിലും അത്രയും ഒരു വീട് വെച്ച് തന്നില്ലേ? എന്തും ആയിക്കോട്ടെ, എനിക്ക് അറിയത്തില്ല ഇവർ പറയുന്നതൊക്കെ അകത്ത് ചോർച്ചയുണ്ടോ, ഋതപ്പൻ്റെ റൂമിൽ ചോർച്ചയുണ്ടോ, നമുക്കറിയില്ല. കാരണം നാളെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ചിലപ്പോൾ വന്നേക്കാം, ഇവർ തന്നെ ചിലപ്പോൾ കുത്തിപ്പൊടിച്ചിട്ട് വെള്ളം വീഴുന്നേക്കെ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ വ്യക്തിക്ക്, ആ വീട് വെക്കാൻ മുന്നോട്ട് വന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു വിലയുണ്ടല്ലോ, അതിവർ കൊടുക്കുന്നില്ല എന്നാണ് എനിക്കിനകത്ത് തോന്നുന്നത്. പ്രോപ്പറായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചോ? നമുക്കിനി ബാക്കിയും കൂടെ കുറച്ച് കേൾക്കാം. പിന്നെ രേഷ്മ പി തങ്കച്ചൻ്റെ അച്ഛൻ തങ്കച്ചൻ ചേട്ടനാണ് എല്ലാം ഇപ്പോൾ ഡീൽ ചെയ്യുന്നതാണെന്ന് പറയുന്നത്. നമുക്കറിയത്തില്ല. അദ്ദേഹത്തിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണല്ലോ. അദ്ദേഹം മറ്റേ ആംഗ്ലിക്കൻ സഭ, അവിടെ മറ്റേ ഇത് വേണ്ടെന്ന് പറഞ്ഞ ടീമാണ്. എന്താ ആംഗ്ലിക്കൻ സഭയിൽ ഇന്നും എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തു. ഈ ആംഗ്ലിക്കൻ സഭയിലുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു.
അവരുടെ സഭയിലാണെങ്കിലും ശരി മാമോദിസ മുങ്ങാതെ ഒരാളെ അടക്കാൻ പറ്റില്ല പള്ളിയിൽ. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഭയങ്കര അറിവിന്റെ നിറക്കൂട്ടമായിട്ടുള്ള വ്യക്തിയല്ലേ, രേഷ്മയുടെ അച്ഛനല്ലേ തങ്കച്ചൻ. അപ്പൊ പിന്നെ എന്താണെങ്കിലും അറിവ് ഒരുപാടാണ്. ആ അറിവ് വെച്ച് അദ്ദേഹം പറഞ്ഞത് വേണ്ട, ആംഗ്ലിക്കനിലൊന്നും അങ്ങനത്തെ മാമോദിസ ഒന്നുമില്ല, നേരെ കൊണ്ടുവരിക, കുഴിച്ചിടുക, പരിപാടി കഴിഞ്ഞ് സെറ്റ്. ഈ ഒരു മൂഡാണ് പുള്ളി പറയുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് വിശ്വാസക്കുറവാണ് ഇപ്പോൾ ഈ തങ്കച്ചനെയും മകളെയും ഒക്കെ. ഇത് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മറ്റും ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. ആളുകൾ, ആംഗ്ലിക്കൻ സഭയിലുള്ള ആളുകൾ ഇനിയും ചിലപ്പോൾ കോൺടാക്ട് ചെയ്യും, അവർ ചിലപ്പോൾ ഇനിയും പറയും. അപ്പൊ അതൊക്കെ എന്താ, അവരൊക്കെ പറയുന്നത് തള്ളിക്കളയണം. അവരൊക്കെ ചുമ്മാ ഉടായിപ്പ്, അവരൊന്നും ആംഗ്ലിക്കൻ സഭയിലുള്ളവരല്ല, കള്ളം പറയുന്നതാണെന്നാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? രേഷ്മ പി തങ്കച്ചൻ തന്നെ ഇതിന് മറുപടി തരണേ, അല്ലെങ്കിൽ തങ്കച്ചൻ തന്നെ മറുപടി പറയണേ ഈ ആംഗ്ലിക്കന്റെ കാര്യമൊക്കെ പറഞ്ഞതിനകത്ത്. ബാക്കി കുറച്ചും കൂടെ ഒന്ന് നിങ്ങൾ കേട്ടോ. ഞാൻ ഓടിച്ചെന്ന് വാഷ് ബേസിൻ ഇങ്ങനെ കമന്ന് കിടക്കാം. പിള്ളേർ എന്തായാലും അതിന്റെ അടിപ്പെട്ടില്ല, വലിയ വാഷ് ബേസിന് തീർന്ന അറിയാന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അത് കിട്ടിയാലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ബഡ്ജറ്റിൽ വീട് വെച്ച് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് അവരെ തരേണ്ടത്. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കുറച്ചൊരു ഡിലേ ആയെന്ന് പറഞ്ഞിട്ട് ഇല്ല, അങ്ങനെ തരില്ല എന്ന് പറഞ്ഞാലോ, ഡിലേ ആണെന്ന് തരില്ല, അത് തരാൻ പറ്റത്തില്ല. അല്ലെ പപ്പയോടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കുമെന്നൊക്കെ പറഞ്ഞാലോ, അങ്ങനെയൊക്കെ പറഞ്ഞാലോ, എങ്ങനെ പറഞ്ഞാലോ, പപ്പയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അല്ല അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ പറയാതെ ബുൾഡോസർ വെച്ച് കളയുമെന്ന് പറഞ്ഞതോ? അതെന്താ നിങ്ങൾ അതൊന്നും, അതാ ഞാൻ പറഞ്ഞത് ഒരു വശം മാത്രം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് ആരാണ് പറഞ്ഞത്? ഫിറോസക്ക പറഞ്ഞെന്നാണ് ഒരാൾ എന്റെ പപ്പയോട് പറഞ്ഞത്. ഒരാളെന്ന് പറഞ്ഞാൽ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ച് നിരത്തുമെന്ന് അതൊക്കെ അതൊന്നും നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആളത് പറയും, എന്റെ പപ്പ അത് പുറത്ത് പറയും. ഫിറോസിക്ക പറഞ്ഞെന്ന് വേറൊരാളാണ് പപ്പയോട് പറഞ്ഞത്. പപ്പ അത് പറയും, പറയാതിരിക്കുന്നത്. കാരണം ഇത്രയും പറഞ്ഞു ഇനി നമുക്കും പറയാലോ. പുള്ളി പറയും പപ്പ, എനിക്കത് ഡീറ്റെയിൽ അറിയില്ല. കാരണം ഇങ്ങനെയാണെങ്കിൽ ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പപ്പയോട് പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഫിറോസിക്ക അല്ല, ഫിറോസിക്ക പറഞ്ഞെന്ന് പറഞ്ഞ വേറൊരാളാണ് പറഞ്ഞെന്ന് പറഞ്ഞത്. എനിക്ക് ഞാൻ ഉള്ള കാര്യം പറയുള്ളൂ. ഞാൻ ഫിറോസിക്ക പറഞ്ഞെന്നല്ല, ആള് പറഞ്ഞെന്ന് പറഞ്ഞ വേറൊരാളാണ് വന്ന് പറഞ്ഞത്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അതാണിപ്പം രേഷ്മ സുധീരെ ഏറ്റവും വലിയ പ്രശ്നം. അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. എന്നാലും ആ ഫൈസൽ എന്ന് പറഞ്ഞ, ഫിറോസ് എന്ന് പറഞ്ഞ ആ വ്യക്തിയൊക്കെ എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെ ഭീഷണിപ്പെടുത്താനും വീടിടിച്ച്, അദ്ദേഹമൊക്കെ മുന്നിട്ടിറങ്ങി വെച്ചു കൊടുത്തൊരു വീടാണ്. അപ്പോൾ അവരത് ഇടിച്ചു പൊളിക്കാനായിട്ട് അവർ മുന്നോട്ട് വരും. എനിക്കറിയില്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഇത് തങ്കച്ചേട്ടൻ പറഞ്ഞതുകൊണ്ടും, തങ്കച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഇനി ഒരു രീതിയിലും അദ്ദേഹം ഇനി മുന്നോട്ട് വന്ന് പബ്ലിക്കിലോട് എന്തൊക്കെയോ പറയുമെന്നാണ് പറയുന്നത്. വീണ്ടും പണി മേടിക്കാനാ രേഷ്മ പി തങ്കച്ച, ഓർത്ത് വെച്ചോ, വീണ്ടും പണി മേടിക്കാനാ. അയാൾ വന്നിരുന്ന് പറയും എന്തെങ്കിലുമൊക്കെ വിവരക്കേടായിരിക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ചെറിയൊരു വിവരക്കേടൊന്നും അല്ല, ചെറിയ വിവരക്കേടല്ല. ആംഗ്ലിക്കൻ സഭയിൽ നേരെ കൊണ്ടൊന്ന് കുഴിച്ചിട്ടാൽ മതി, മാമോദിസ ഒന്നും വേണ്ട. വാട്ട് ദ ഹെൽ ഈസ് ദാറ്റ്? ആ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ കൊണ്ട് പറയുന്നത് നമ്മളെടുത്ത് കാണിച്ചതാണ്. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മാമോദിസ അങ്ങനത്തെ പെട്ടെന്ന് നമുക്ക് അടക്കാം. ഇപ്പോൾ വേറൊരു ജാതിയിലുള്ള ആൾക്ക്, അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടക്കാം എന്ന കാര്യമാണ് നിങ്ങളുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനെതിരെ ആംഗ്ലിക്കൻ സഭയിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയ്ക്കാണ് ഇനി ബാക്കിയെല്ലാം തങ്കച്ചൻ പറഞ്ഞു. എനിക്കൊന്നും അറിയാൻ പാടില്ല, രേഷ്മ പി തങ്കച്ചൻ പാവം, എനിക്കൊന്നും അറിയാൻ പാടില്ല, എല്ലാം പപ്പയുടെ ഡീലിങ്സാണ്, പപ്പയെല്ലാം തീരുമാനിക്കും. പപ്പ തീരുമാനിച്ചോട്ടെ. പക്ഷേ പപ്പയ്ക്ക് തീരെ വെളിവും വെള്ളിയാഴ്ച ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം മനസ്സിലായത് രേഷ്മ പി തങ്കച്ച എല്ലാവർക്കും. പിന്നെ ഈ ഭീഷണിപ്പെടുത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താ വീട് ഇടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞു, തെളിവുണ്ടെങ്കിൽ കാണിക്കേട്ടോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാം, ഉറപ്പായിട്ട് നിൽക്കും, ഞാനൊക്കെ നിൽക്കും. രേഷ്മ പി തങ്കച്ചനെ അങ്ങനെ പറഞ്ഞ, അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ്റെ അച്ഛനായിട്ടുള്ള തങ്കച്ചനോട് ആരോ പറഞ്ഞെന്നാണ് പറയുന്നത്. ഇവരോടെല്ലാം മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് ഇവർ അറിയുന്നത്. നല്ല കാര്യം, പക്ഷെ അതൊക്കെ ഒന്ന് അന്വേഷിക്കുക. അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട, പോട്ടെ. നിങ്ങൾക്കെതിരെ ഈ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ ചാനൽസുകാർ വീഡിയോ ഇടുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുക, എന്നിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടിയ കാര്യത്തിനൊക്കെ. കഴിഞ്ഞ ദിവസത്തെ ഒരു ബൈറ്റിൽ പറയുന്നു വേറെ കുറേ കാര്യങ്ങൾ, റൂമിലെല്ലാം ചോർച്ച. ഇപ്പോൾ വന്നിട്ട് അതൊന്നും അല്ല, ഇപ്പോൾ തൂവാനം മാത്രമേ ഉള്ളൂ. നിങ്ങളെ എങ്ങനെ ആളുകൾ വിശ്വസിക്കും? ഇത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.